ആയി മച്ചാമാരെ, നമ്മള് ജിം റൂട്ടിന്റെ മേളിൽ കയറിയിട്ടാണ് കേട്ടോ ഇന്ന് കറങ്ങാൻ പോകുന്നത്. ഇത് നമ്മുടെ പൊന്മുടി എന്ന് പറഞ്ഞ ഡാമിന്റെ മേളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇറങ്ങി വന്നത് വേറൊരു വഴിക്കാണ്, നമ്മളിപ്പോ പോകാൻ പോകുന്നത് വേറൊരു വഴിക്ക്. ഓക്കെ, നമ്മള് ജിം വണ്ടി ഓടിക്കുന്നത് ജസ്റ്റ് മച്ചാൻ കൂടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞ് നടക്കുവാണ്, വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു ഇന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പൊന്മുടി ഡാമിന്റെ മേളിലോട്ട് പോകാം, അതായിരിക്കും ഓക്കെ. എന്റെ തല എന്റെ തല പോട്ടെ പോട്ടെ. അതെ, ആ ഇവിടെ ഉള്ളവര് തന്നെ ചേട്ടാ. നമ്മള് ചേട്ടൻ നോക്കി നിന്നാ മതി, താഴെ പോകണ്ട്. മുമ്പ് നിങ്ങൾ ഈ പാലം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഓണത്തിന്റെ സെലിബ്രേഷന്റെ ടൈമില് ഒരു പാട്ടിട്ടിട്ട് കാണിച്ചു തന്നില്ലേ, അതാണ്. അപ്പം ജിംറൂട്ടം വേറൊരു വൈബാണ്, എന്താ പറയേണ്ടതെന്ന് എനിക്ക് വേറെ അറിയില്ല. എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ വേറൊരു രസമാണ്. നല്ല നൈസായിട്ട് ഇതേ ഇതിലിങ്ങനെ ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ച് കിടക്കുകയാണ്. പുറകില് ട്രാവലർ വന്നിരിക്കുന്ന കുറെ പേരുണ്ട്, ജീപ്പിലൊക്കെ അടിച്ചു പൊളിച്ചിട്ട്. നമ്മൾ അതിലും വൈബായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹായ് ഹായ് ഹായ്. ഒത്തിരി ജീപ്പുകളുണ്ട്, ഇടുക്കിയിലുള്ള മൊത്തം ജീപ്പ് ഇവിടെ ഉണ്ട് നമുക്ക്. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഗുഡ്. വൈബായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയൊരു അവസരമാണ്. ചുമല സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിനകത്ത് ഇരുന്നാ പോകും. അപ്പൊ അതേ സമയം നമ്മൾ വൈബായിട്ട് പൊളിയായിട്ട് ഡാമിന്റെ മേളിലോട്ട്. ടൈഗർ ഡാമിന്റെ മേളിലോട്ടല്ലേ പോണേ? നമ്മൾ ഡാമിന്റെ മേളിലോട്ടാണ് കേട്ടോ. അവിടെ നമുക്ക് ഡാം അവിടെയാണ്. നമുക്ക് നേരെ ഇതുവഴി ചാടി അവിടെ ഡാമിന്റെ മേളിൽ ചെന്നിട്ട് ബാക്കി സീൻസ് എത്തിക്കാം. പവറാണ്. വരെ പൊന്മുടി ഡാമിന്റെ മേളുവശം. പൊന്മുടി ഡാം ആ സൈഡാണ്. നമ്മളിപ്പോൾ പൊന്മുടി ഡാമിന്റെ മേളുവശമാണ്. ഇത് ചിൽഡ്രൻസ് പാർക്ക് ഒക്കെയാണ് കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അടിച്ചു പൊളിക്കാവുന്നതാണ്, വേറെ ലെവലില്. ഓക്കെ, ഡാമിന്റെ മേളുവശത്ത് എത്തിയിരിക്കുകയാണ്. നീ എവിടെയാണ് നിർത്തുന്നത്? ഉണ്ടാകുമല്ലേ? ഇതാണ് നമ്മുടെ പൊന്മുടി ഡാം. ഓക്കെ, അപ്പം ഇവിടെ പോയിട്ട് വൈബായിട്ട് കാണാം. ഇവിടെ വർക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇവിടെ കാട് പിടിച്ച് മണ്ണറിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോഴാണ് ഒരു കുമ്മായിട്ട് വന്നത്. ഇത് ഇവിടുത്തെ വലിയൊരു ആൽമരമാണ്. എത്ര വർഷമായെന്ന് അറിയത്തില്ല. ഓക്കെ, കുഴിയൊന്നും കുഴപ്പമില്ല. അയ്യോ, എനിക്ക് കാണാമോ? ഇപ്പം കാണാൻ പറ്റില്ലായിരിക്കും. അവിടെ നല്ല റിസോർട്ട് പോലെയും പാർക്ക് പോലെയും ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാട് പിടിച്ച് പണ്ടറങ്ങി കിടന്ന സ്ഥലമാണ്. ഇതല്ലോ നമ്മൾ ഡാമിൽ കെട്ടിന്റെ മേലിലോട്ടാണോ പോകുന്നത്? ബസ് വരുമോ? അപ്പം ഇതാണ് മച്ചാനെ നമ്മുടെ പൊന്മുടി ഡാം.
ഇതിനകത്ത് സ്പീഡ് ബോട്ടും ബോട്ടിങ്ങും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അടിപൊളിയായി. ആ അപ്പോൾ ഫുൾ പവർഫുൾ ഓണാണ്. ഇതാണ് ഡാമിൻ്റെ ചെറിയ ഷട്ടർ. ഇത് വല്ലപ്പോഴും നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ തുറക്കാറുള്ളൂ. ഇതാണ് പൊന്മുടി ഡാമിൻ്റെ മേളിലുള്ള വ്യൂ. ഇനി നിങ്ങളെ കാണിച്ചു തന്നു പറയില്ലേ, എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് ഇത്. വൈബായിട്ട് ഫുൾ പവർഫുൾ ആണ്. അവിടെ ബോട്ടിൽ കയറാനും അതിന് ഇതിനൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പോട്ട് അതുകൊണ്ട് ആ ചൊക്കമ്പടി ഉണ്ട് ഏറ്റവും ഹൈറ്റുള്ള ആ മല. നമുക്കൊരു ദിവസം ആ മലയുടെ മണ്ടയിൽ പോകണം. നമുക്ക് പോകാൻ പറ്റും, ഒരു ദിവസം നമുക്ക് പോകാം. ഓക്കെ, ഈ പാറയിടിക്ക് കൂടെയാണ് ഓർഡിനറി മൂവിയിൽ ആ ബസ് KSRTC ബസ് കയറി വരുന്ന വ്യൂ. ഓക്കെ, didn't even get to cross. I said I'm moving too far. Get to cross. വരെ നമ്മുടെ ഈ കുഞ്ഞു ട്രിപ്പ് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട വെയിലാണ്, കറുത്തവും. ഇനി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല കറുത്ത സുന്ദരനായിരിക്കുന്നതാണ് ഞാൻ. അപ്പം ഡാം അവിടെ ഉണ്ട്, ഡാം നിങ്ങളെ കാണിച്ചു. അപ്പം ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, കമന്റ് ചെയ്യുക. കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ഒക്കെ കമന്റ് ചെയ്ത് അങ്ങ് പൊളിക്കുക. അപ്പം എല്ലാം പറഞ്ഞോളെ, ബൈ ബൈ.